സോ ഹലോ ഗായ്സ്, നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ സജ ഗെയിമിംഗ്. അപ്പോൾ ഇന്ന് നമ്മൾ നമ്മുടെ മൈൻക്രാഫ്റ്റ് സർവൈവൽ എപ്പിസോഡായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇപ്പം നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, കാരണം ഇങ്ങനെ ഭയങ്കര ഞാൻ ഷെയ്ഡേഴ്സും കാര്യങ്ങളൊക്കെ ഇട്ട് ഇപ്പോൾ സെറ്റായി അടിപൊളിയായി. പിന്നെ അതേപോലെ ഞാൻ കുറച്ച് ഓഫ് ക്യാമറയിൽ കുറച്ച് സാധനങ്ങൾ ചെയ്തിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഓക്കെ, യെസ് ഗൈസ്, അതാണ് ഞാൻ ഓഫ് ക്യാമറയിൽ ചെയ്തത്. സോ ഞാൻ എന്താ വെച്ചാൽ ഓഫ് ക്യാമറയിൽ ഞാനൊരു ഹൗസ് ബിൽഡ് ചെയ്ത്, കാരണം ഇതിപ്പോൾ നമ്മൾ വീഡിയോ ചെയ്യുന്ന സമയത്താണെങ്കിൽ ഭയങ്കര ലെങ്ത് ആവും. അപ്പോൾ ഞാൻ വെച്ച് ഓഫ് ക്യാമറയിൽ ചെയ്യാന്ന് വെച്ചിട്ട് ഞാൻ ജസ്റ്റ് ഹൗസ് സെറ്റാക്കി. ഞാൻ ജസ്റ്റ് ഇങ്ങനെ കറങ്ങി നല്ല സ്ഥലം നോക്കിയിട്ട് അവിടെ സെറ്റാക്കിയതാണ്. അപ്പോൾ ഇതാണ് ഹൗസ്. ഞാൻ അവിടെ രണ്ട് പ്രഷർ പ്ലേറ്റ് വെച്ച്, അതാകുമ്പോൾ പോകാൻ ഈസി ആവും. പിന്നെ ഞാൻ അവിടെ രണ്ട് ഫർണസ് ഉണ്ടാക്കി. ഇതിൽ ഞാൻ കുറച്ച് ഫുഡ് വെച്ചു. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ അവിടെ ഒരു വലിയ കേവ് കിട്ടിയിട്ടുണ്ടായിരുന്നു, ആ സൈഡിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ജസ്റ്റിൽ ഇത്ര സാധനങ്ങൾ ഞാൻ വെച്ചിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ എവിടെയാണ് കേവ് എന്ന്. വെയിറ്റ് രാവിലെ ആവട്ടെ, അല്ലെങ്കിൽ സോംബീസ് സ്പോണോ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഷെയ്ഡ് ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഷെയ്ഡ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പം നമുക്ക് ഇവിടെ നിന്ന് സൂര്യനെ കണ്ടോ കണ്ണിലേക്ക് ഇങ്ങനെ വരുന്നത്. ഓക്കെ, ഇതാ ഞാൻ ഈ കേവിൻ്റെ കാര്യം പറഞ്ഞു. ഈ കേവിൽ വലിയൊരു വേറെ കേവ് ഉണ്ട്, ഞാൻ കാണിച്ചു. ഓക്കെ, ഇതിൻ്റെ ഞാൻ ഇതിൽ കൂടെ പോയിട്ടുണ്ട്. ആ സമയത്ത് എൻ്റെ ടോർച്ച് ആയിരുന്നു, അപ്പോൾ ഞാൻ ടോർച്ച് ഓഫ് ഹാൻഡ് പിടിച്ചിട്ടാണ് പോയത്. ഞാൻ കാണിച്ചത്. അയ്യോ, ഇതിപ്പോൾ ഒന്ന് ഇവിടെ രണ്ടെണ്ണം. അയ്യോ, ഞാൻ പോട്ടെ ഇല്ലെങ്കിൽ ഫുഡ് കുറവാണ്. ഇങ്ങോട്ട് വേണം ധൈര്യം ഉണ്ടെങ്കിൽ. ഇവിടെ എയിം കണ്ടതിൻ്റെ പുറത്തേക്ക് വാടാ, ധൈര്യം ഉണ്ടെങ്കിൽ വാടാ പുറത്തേക്ക്. എന്താ ഇവിടെ ഒളിച്ചിരിക്കുന്ന. അപ്പോഴേക്ക് അടുത്തത്. പേടിച്ചു പോയി തേങ്ങ. ഓക്കെ, നമുക്ക് ഞാൻ നേരത്തെ ഇവിടെ എന്താ ടോർച്ച് ഇല്ലാത്ത നിങ്ങൾ കഴിഞ്ഞ എപ്പിസോഡ് എന്താ പറയുക, ടോർച്ചിൻ്റെ കയ്യിൽ ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ ഓഫ് ഹാൻഡ് പിടിച്ചിട്ടാണ് പോയത്. ഞാൻ പറഞ്ഞത് എവിടെ വലിയ കേബിളാണ്. അയ്യോ, അവിടെ ഞാൻ അറിയാണ്ട് ആടിയതാട്ടോ. ഞാൻ അങ്ങോട്ട് വന്നിട്ടില്ല. ഇതാണ് ഞാൻ പറഞ്ഞ കേവ് പറഞ്ഞാൽ. ഇതിപ്പോൾ ഞാൻ ഇവിടെ ഇപ്പം നിന്നാൽ ശരിയാവില്ല. ഞാൻ മുകളിൽ കയറിപ്പോട്ടെ. എനിക്കിതുവരെ ഒരു അയൺ പോലും കിട്ടിയില്ല. ഞാൻ കോള് കുറച്ച് കളക്ട് ചെയ്ത് ഇവിടുന്ന്. ഇത് വേറൊരു സ്ഥലം കൂടി ഉണ്ട്. വെയിറ്റൊക്കെ ഞാൻ അത് കണ്ടത്. ഐ തിങ്ക് സോ യാ, എവിടെയാണെന്ന് തോന്നുന്നു. ഞാൻ വലിയൊരു കേവ് ഉണ്ടായിരുന്നു. അങ്ങോട്ട് പോട്ടെ. ഓക്കെ, ഇത് തന്നെ. ഇതും ആ കേവ് തന്നെയാണ്. ബട്ട് അതിൻ്റെ ഇപ്പോൾ ചത്താണ്. ഇതുകൊണ്ട് ഇതാ ഞാൻ പറഞ്ഞത്. ഈ വഴി പോകും. ഓക്കെ, ഇത് അവിടെയാണ് നമ്മൾ ഇങ്ങോട്ട് വന്ന് ഇവിടെ വീട്. സോ വീട് ഞാൻ പറഞ്ഞല്ലോ ഓഫ് ക്യാമറയിൽ ഉണ്ടാക്കിയത്. അപ്പോൾ ഇനി നമ്മുടെ അടുത്ത എപ്പിസോഡിൽ നമ്മളൊരു എന്താ പറയുക ഫാം ഉണ്ടാക്കുന്നതായിരിക്കും. അടുത്ത എപ്പിസോഡിൽ നമ്മളൊരു എന്താ പറയുക വീറ്റ് ഫാം ഉണ്ടാക്കും. സീഡുണ്ട്. ഞാൻ ഇവിടെ ഫുള്ള് എന്താ പറയുക പുല്ലായിരുന്നു, അതൊക്കെ പൊട്ടിച്ച് എടുക്കുമ്പോഴേക്കും എനിക്ക് കുറേ സീഡ് കിട്ടി. അങ്ങനെ വെച്ചാൽ 31 സീഡുണ്ട്. ഇതും കൂടി കൂട്ടിയാൽ 32. അപ്പം 32 സീഡുണ്ട്. നമുക്ക് എൻ്റെ പ്ലാൻ പറഞ്ഞാൽ നമുക്ക് ഇങ്ങോട്ട് ഇവിടേക്കൊരു വീറ്റ് ഫാം ഉണ്ടാക്കാം. ഓക്കെ, അപ്പോൾ ഫുഡും അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഫുഡും സെറ്റാക്കാം. അപ്പോൾ നിങ്ങൾക്ക് വീട് എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യാം. ഞാൻ ജസ്റ്റ് ഒരു ചെറിയ തട്ടിക്കൂടെ വീട് ഉണ്ടാക്കിയതാണ്. എൻ്റെ റൂഫിനൊന്നും ഞാൻ ചെയ്തിട്ടില്ല. റൂഫ് ജസ്റ്റ് ഇങ്ങനെയാണ് ഉള്ളത്. കയറാൻ പറ്റില്ല. ഓക്കെ, നമുക്ക് ഒരു ബെഡ് ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ പറയാൻ മറന്നു, പിന്നെ ഇതാണ് നമ്മുടെ പെട്ടിക്കുട്ടി. ഓക്കെ, ഇത് ഞാൻ എന്താ വെച്ചാൽ ഞാൻ ഇവിടെ വീടിൻ്റെ സ്ഥലം നോക്കി ഇങ്ങനെ വരുമായിരുന്നു. അപ്പം നിങ്ങൾക്കറിയാലോ ഇപ്പം ബെഡ് ശരിയാവാത്തതുകൊണ്ട് ഞാൻ ഉറങ്ങിയിട്ടില്ല. അപ്പോൾ ഉറങ്ങാതെ നിന്നപ്പോൾ ഞാൻ മുകളിലേക്ക് വന്നപ്പോൾ മരത്തിനടിയിൽ കുറേ സ്കെലിറ്റൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ സ്കെലിറ്റൻസിനൊക്കെ തല്ലിക്കൊന്നപ്പോൾ എനിക്ക് ഒരു ബോണ് കിട്ടി. അതാണ് ഞാൻ അത്ഭുതമായി പോയത്. ഒരു ബോണ് കിട്ടി എൻ്റെ കയ്യിൽ. ഒരു ബോൺ വെച്ചിട്ടാണ് ഗൈസ് ഇവൻ ടൈമായത്. ഞാൻ ജസ്റ്റ് വെറുതെ ഒന്ന് കൊടുത്താ അപ്പോൾ ഇവൻ അങ്ങ് ടൈമായി. ഒരു ബോൺ വെച്ചിട്ട് ഇവൻ ടൈമായി ഗൈസ്. ഓക്കെ, പിന്നെ ഈ ബെഡ് കാണിച്ചത് ഞാൻ അവിടുന്ന് എന്താ പറയുക അവിടുന്ന് ഞാനിങ്ങനെ വരുമായിരുന്നു സ്ഥലം നോക്കിയിട്ട്. ഇപ്പോൾ ഇവിടെ ഒരു ഷീപ്പും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്കറിയാം, കഴിഞ്ഞ എപ്പിസോഡ് കണ്ടവരാണെങ്കിൽ നിങ്ങൾക്കറിയാം നമ്മുടെ രണ്ട് വീടുണ്ടായിരുന്നു.
അപ്പം ഇവിടെ വന്നപ്പോൾ ഒരു ഷീപ്പും കൂടി കിട്ടി. ആ ഷീപ്പിനെയും കൂടി എടുത്ത് അപ്പോഴാണ് വൂൾഫ് ഉണ്ടായിരുന്നത്, അതിൻ്റെ ടൈം ചെയ്ത്. ഓക്കെ, അപ്പം പിന്നെ ഇങ്ങോട്ട് വന്നു. ഇതൊക്കെയാണ് ഞാൻ ജസ്റ്റ് ഈ ഒരു അപ്ഡേറ്റ് വേണ്ടി പറയാൻ വേണ്ടി വന്നതാണ്. ഇപ്പം തന്നെ 7 മിനിറ്റ് ആയി. ഓക്കെ, ഇതൊക്കെ എന്തൊക്കെ ചെയ്ത് പറഞ്ഞല്ലോ. പിന്നെ ഇവിടെ ഞാൻ കുറേ മരങ്ങളൊക്കെ ക്ലീൻ ചെയ്തപ്പോൾ കുറേ സാപ്ലിങ് കിട്ടി. ആ സാപ്ലിങ് ഒക്കെ ഞാൻ നട്ട് ഇവിടെ ഫുള്ള് ഫോറസ്റ്റ് പോലെ ആക്കാൻ വേണ്ടി. പിന്നെ വേറെ കാര്യം എന്ന് വെച്ചാൽ ഇവിടെ എന്താ പറയുക, ഇവിടെ കണ്ടോ വലിയൊരു റിവറാണ്. അപ്പോൾ നമുക്ക് ഗ്ലാസിൻ്റെ ഇത് വേണമെങ്കിൽ ഗ്ലാസ് ആക്കാം. അവിടെ വലിയൊരു വെള്ളത്തിൻ്റെ ഓഷ്യൻ മാതിരിയാണ്. ഓക്കെ, അപ്പം ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. ഞാൻ ജസ്റ്റ് പറയാൻ വേണ്ടി വന്നതാണ്. സോ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടി, ഷെയർ അടി, സബ്സ്ക്രൈബ് അടി. ഓക്കെ, ഇനി ഞാൻ അടുത്ത എപ്പിസോഡ് വരുന്നതായിരിക്കും ഫാമിൻ്റെ. സോ ഫാമിൻ്റെ എപ്പിസോഡ് വരുന്നവരെ നിങ്ങൾ വെയിറ്റ് ചെയ്യുക. നാളെ എന്തായാലും ഇടുന്നതായിരിക്കും ഞാൻ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ്. എല്ലാവർക്കും ബൈ.